എൻ്റെ ഹോസ്റ്റൽ കാലത്ത് നടന്ന ഒരു ചർച്ചയുടെ വിഷയം ഇതായിരുന്നു. നമുക്ക് അസ്ഥാനത്ത് തൂറാൻ മുട്ടുന്നതും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ചർച്ചയുടെ പകുതിക്കാണ് അതിൽ പങ്കെടുത്തത്. അപ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ കോളേജിൽ രാത്രി ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് വന്നപ്പോൾ എല്ലാവരും ഓടിച്ചു. അങ്ങനെ ഓടിയിട്ട് എനിക്ക് തൂറാൻ മുട്ടിയതുകൊണ്ട് ഞാൻ കയറി ഒളിച്ചത് ബാത്റൂമിലാണ്. പിന്നെ അവിടെ പെട്ടുപോയി. അപ്പോൾ ഇത് അത്യാവശ്യം ചിരി ഉണ്ടാക്കിയതായിരുന്നു. ആ ഗ്രൂപ്പിൽ അന്ന് B.Ed പഠിക്കുന്ന ഒരു വ്യക്തി, നമ്മൾ മാഷ് എന്നാണ് വിളിച്ചിരുന്നത്. അന്ന് മാഷ് പറഞ്ഞ കഥ ഇതാണ്. മാഷിൻ്റെത് ഒരു ഗ്രാമമാണ്. മാഷിൻ്റെ ചെറുപ്പത്തിൽ മാഷിൻ്റെ വീടിൽ നിന്ന് സ്കൂളിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ദൂരമൊക്കെ കടന്ന് മാഷ് സ്കൂളിലെത്തുമ്പോൾ മാഷിന് ക്ലാസ്സിനിടയിൽ ചിലപ്പോൾ ബാത്റൂമിൽ പോകാൻ തോന്നും. അപ്പോൾ മാഷ് എഴുന്നേറ്റ് വന്ന് ടീച്ചറോട് പെർമിഷൻ ചോദിച്ച് പോകേണ്ട അവസ്ഥ വരും. ഇത് ഒരു സ്ഥിരം പരിപാടിയായപ്പോൾ മാഷിന് വല്ലാത്ത വിഷമമായി. മാഷ് പേരൻസിനോട് പറഞ്ഞു, ഞാൻ ഇനി സ്കൂളിലേക്ക് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ മാഷിൻ്റെ വാപ്പ മാഷിനെ കൊണ്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ പ്രിൻസിപ്പൾ മാഷിനോട് പറഞ്ഞു, ഇനി മുതൽ നിനക്ക് എപ്പോഴൊക്കെ ക്ലാസ്സിനിടയിലാണെങ്കിലും ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നു, അപ്പോൾ നീ എഴുന്നേറ്റ് നിന്ന് നേരെ ബാത്റൂമിലേക്ക് പോവുക, ആരോടും പെർമിഷൻ ചോദിക്കണ്ട, അതിനുള്ള പെർമിഷൻ ഞാൻ നിനക്ക് തന്നു. അപ്പോൾ മാഷ് പറഞ്ഞത് അത് മാഷിൻ്റെ ജീവിതം വല്ലാതെ അങ്ങ് മാറ്റിയെന്ന് പറഞ്ഞു. പിന്നീട് മാഷിൻ്റെ ഗ്രാമത്തിൽ അവിടെ പള്ളിയുടെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് പുതിയ ടോയ്ലറ്റൊക്കെ സ്ഥാപിച്ചു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചൊരു വ്യക്തി പറഞ്ഞത്, നിങ്ങളിങ്ങനെ ടോയ്ലറ്റൊക്കെ സ്ഥാപിച്ച് വളരെ നല്ല കാര്യം, പക്ഷേ ഇത് ഇങ്ങനെ താഴിട്ട് പൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനുഷ്യർക്ക് ഉപകാരമില്ലാതെ ആയിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞത്, മാഷിന് അന്ന് അനുഭവപ്പെട്ടത്, അയാളുടെ ആ വാക്ക് കേട്ടിട്ട് അനുഭവപ്പെട്ടത്, എൻ്റെ മനസ്സിൽ 1000 കയ്യടികൾ ആ മനുഷ്യന് വേണ്ടിയായിരുന്നു.